KSRTCക്ക് ബസ്സുകൾ വാങ്ങാൻ വിദേശ വായ്പ അടക്കമുള്ള സാധ്യതകൾ ഗതാഗത വകുപ്പ് പരിശോധിക്കുന്നതായിട്ടാണ് വിവരം. ബസ് വാങ്ങാൻ വായ്പയ്ക്കായി നഗരകാര്യ മന്ത്രാലയത്തെ സമീപിക്കുന്നതിന്റെ ഭാഗമായി കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയുമായി സംസ്ഥാന ഗതാഗത മന്ത്രി CP ജോൺ ചർച്ച നടത്തി. ബസ്സുകളുടെ 15 വർഷ കാലപരിധി നീട്ടി നൽകണമെന്നാവശ്യപ്പെട്ട് സർക്കാർ വീണ്ടും കേന്ദ്രത്തെ സമീപിച്ചേക്കുമെന്നാണ് പുറത്തുവരുന്ന സൂചനകൾ. അതേസമയം മെട്രോ നഗരങ്ങളിലേക്ക് ഗതാഗതം മെച്ചപ്പെടുത്താൻ വിദേശ വായ്പ അടക്കമുള്ള ധനസഹായം ക്രമീകരിച്ച് നൽകുന്നത് നഗരകാര്യ മന്ത്രാലയമാണ്. കേന്ദ്ര സർക്കാരിന്റെ ഇലക്ട്രിക് ബസ്സുകൾ ലഭിക്കുന്ന PME ബസ് സേവാ പദ്ധതിയുടെ ഭാഗമാകുന്നതും പരിഗണനയിലാണ്. ശബരിമല തീർത്ഥാടന കാലത്തേക്കായി 63 AC 600 നോൺ AC ബസ്സുകൾ വാടകയ്ക്കെടുക്കാൻ KSRTC കരാർ ക്ഷണിച്ചിട്ടുണ്ട്. ആദ്യഘട്ടത്തിൽ 10 സൂപ്പർഫാസ്റ്റ് ബസ്സുകൾ എയർ കണ്ടീഷനാക്കാൻ കോർപ്പറേഷൻ കരാർ ക്ഷണിച്ചു. അടുത്ത ഘട്ടമായി 100 ബസ്സുകളാകും ഈ രീതിയിലേക്ക് മാറുക. സീസണിലെ ബസ് നൽകാൻ തയ്യാറുള്ള സ്വകാര്യ ബസ് ഉടമകൾക്കും കൂട്ടായ്മകൾക്കും ടെൻഡറിൽ പങ്കെടുക്കാൻ കഴിയും. മണ്ഡല മകരവിളക്ക് കാലത്തേക്കാണ് കരാർ നൽകുക. കരാറിൽ പങ്കെടുക്കാൻ കുറഞ്ഞത് 5 ബസ്സുകൾ വേണം. സ്വകാര്യ ബസ്സുകൾക്കും പങ്കെടുക്കാം. 8 വർഷത്തിൽ താഴെ പഴക്കമുള്ള ബസ്സുകളാണ് സ്വീകരിക്കുക. വിവിധ ഡിപ്പോകളിൽ നിന്ന് പമ്പയിലേക്ക് സർവീസ് നടത്താനായി 400 ബസ്സുകളും പമ്പ നിലയ്ക്കൽ ചെയിൻ സർവീസിനായി 200 ഓർഡിനറി ബസ്സുകളുമാണ് വേണ്ടത്. ബസ്സുകളിൽ KSRTCയുടെ എംബ്ലം പതിച്ചായിരിക്കും സർവീസ് നടത്തുക. വാടകയ്ക്കെടുക്കുന്നവയിൽ 63 ആഡംബര ബസ്സുകളാണ് നിലവിലുള്ളത്. ഇതിൽ 42 എണ്ണം സ്ലീപ്പർ, സെമി സ്ലീപ്പർ വിഭാഗത്തിൽപ്പെട്ടവയാണ്. സി മലയാളം ന്യൂസ്, തിരുവനന്തപുരം. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.